മോൻ രാവിലെ തന്നെ വീഡിയോ ഗെയിം തുടങ്ങിയിട്ടുണ്ട്. വെക്കേഷൻ അല്ലേ? +2 റിസൾട്ട് വന്നിട്ട് എത്ര നാളായെന്നാ? അവന് ഭാവിയെക്കുറിച്ച് ഒരു ചിന്തയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാവിയിൽ ആരായിരിക്കണം, ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണം എന്നൊക്കെ വ്യക്തമായൊരു പ്ലാൻ നിന്റെ പ്രായത്തിലേ എനിക്കുണ്ടായിരുന്നു. നിന്റെ ഭാവി എന്തായിരിക്കണമെന്ന് നീ ഇപ്പോഴേ ഇമാജിൻ ചെയ്ത് തുടങ്ങണം. അച്ഛൻ എത്രാമത്തെ വയസ്സിലാ ആദ്യമായിട്ട് ഒരു കാർ മേടിച്ചത്? ഞാൻ നിന്റെ അമ്മയെ പെണ്ണ് കാണാൻ പോകുന്നത് എൻ്റെ സ്വന്തം കാറിലാണ്. അതും എൻ്റെ 27ാമത്തെ വയസ്സിൽ. ടു ലേറ്റ്. ഞാൻ 2 വർഷം കൊണ്ട് സ്വന്തമായിട്ട് ഒരു കാർ മേടിക്കും. ആ നമ്മൾ ഈ വീട് വെച്ചിട്ട് 7 years അല്ലേ ആയത്? ഇത് നിന്റെ അമ്മയുടെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു. അതും നടന്നു. എനിക്ക് ഒരു ഹിൽ സ്റ്റേഷനിൽ വീട് വെക്കണം. ഓ, കുറേ ട്രാവൽ ചെയ്യണം. ലോകത്തിലെ പ്രധാനപ്പെട്ട സ്പോട്ടുകളിലൊക്കെ പോകണം. അതിനിങ്ങനെ 24 മണിക്കൂറും വീഡിയോ ഗെയിം കളിച്ചോണ്ടിരുന്നാൽ നടക്കില്ല. പഠിക്കണം. വെയിറ്റ്. അച്ഛാ, ടെക്നോളജി ഇല്ലാത്ത ലോകത്തെക്കുറിച്ചൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. എങ്ങനെ ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തും? അമ്മ എങ്ങനെ ഓൺലൈൻ ബിസിനസ് ചെയ്യും? ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെ നാവിഗേറ്റ് ചെയ്യും? ആളുകളായിട്ട് എങ്ങനെ കണക്റ്റഡ് ആവും? ഞാനെങ്ങനെ വീഡിയോ ഗെയിം കളിക്കും? മാഗ്നസ്, ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. സ്മാർട്ട് ഫോൺ ആൻഡ് ലാപ്ടോപ്പ് ടെക്നോളജി സ്പെഷ്യലൈസേഷൻ. അപാര സാധ്യതയാണ്. ഈ ഫീൽഡിലെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മാഗ്നസ്. അതിനെന്താ ഇത്ര ഉറപ്പ്? 100% പ്ലേസ്മെന്റ് അഷുറൻസ് ഉണ്ട്. അവരത് എഗ്രിമെന്റ് ആക്കി കൈ തരുകയും ചെയ്യും. 20 മാസത്തെ കോഴ്സാ. കുറച്ചാലും ജോലി ചെയ്യണം, പിന്നെ സ്വന്തമായിട്ടൊരു ബിസിനസ്. അതിനുള്ള എല്ലാ സപ്പോർട്ടും മാഗ്നസ് ചെയ്തു തരും. കൊള്ളാല്ലേ? നമ്മുടെ മക്കൾ വളരുന്നതിനേക്കാൾ എത്രയോ വേഗത്തിലാണ് ഈ ലോകത്തിന്റെ വളർച്ച എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മക്കളുടെ ഭാവിയെപ്പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന മാതാപിതാക്കളോടാണ് എൻ്റെ ചോദ്യം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ സ്വപ്നം കാണുന്നൊരു ജോലി അവർ വളർന്നു വലുതാവുമ്പോൾ ഈ ഭൂമുഖത്തുണ്ടാവുമെന്ന് എന്താണ് ഉറപ്പ്? കാലം മാറുന്നതനുസരിച്ച് ഇവിടെ ഒരുപാട് തൊഴിൽ മേഖലകളും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അത് നമ്മളെക്കാൾ നന്നായി നമ്മുടെ മക്കൾക്കറിയാം. അതുകൊണ്ട് അവരുടെ ഭാവി അവർ സ്മാർട്ടായി ഡിസൈൻ ചെയ്യട്ടെ. നമുക്കവരെ സപ്പോർട്ട് ചെയ്യാം.